രത്നേജ് വാ. ദേ നോക്കിയേ അച്ഛൻ. അച്ഛാ, എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഗിരിയേട്ടനും കുടുംബത്തിനും ഒരിക്കലും ഒരാപത്തും വരുത്തരുത്. അവർക്ക് എന്നും നല്ലത് വരുത്തണേ. എൻ്റെ സിദ്ധുവിനെ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിലെത്തിക്കണേ. ഇനിയും കാത്തിരിക്കാൻ വയ്യ ഭഗവതി. അമ്മാവാ, 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 അമ്മാവ എണീക്കാൻ. അമ്മാവാ, അമ്മാവാ, നേരം വെളുത്തു, എണീക്ക്. മോളായിരുന്നു. ഞാൻ ഓർത്ത് റാണിയായിരിക്കുമെന്ന്. റാണി വിളിച്ചാൽ മാത്രമേ അമ്മാവൻ എണീക്കുള്ളൂ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇനി മുതൽ അമ്മാവനെ വിളിച്ചുണർത്തുന്നതും ചായ തരുന്നതും ഒക്കെ ഞാനായിരിക്കും. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ, എന്ത് കുഴപ്പം, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇന്നലെ പറഞ്ഞ വാക്ക് വാക്കായിരിക്കണം. ആ സത്യം ഒരിക്കലും മാറ്റാൻ പാടില്ല. എന്ത് സത്യം ചെയ്തേന്ന് ഓർമ്മണ്ടല്ലോ? ഉണ്ട്. എന്തായിരുന്നു ആ സത്യം? ഇനി ഒരിക്കലും ഞാൻ കുടിക്കില്ല. ഇന്നലത്തോടെ അത് ഞാൻ നിർത്തി. നല്ല ഫിറ്റില പറഞ്ഞതെങ്കിലും ഓർമ്മയുണ്ടല്ലേ? വന്നു കയറിയത് നല്ല ഫിറ്റായിട്ടായിരുന്നു. പക്ഷെ മോൾ എന്നെ ഉപദേശിച്ചു തുടങ്ങിയപ്പോ ആ ഫിറ്റൊക്കെ ഏതോ വഴിക്ക് പോയി. മോള് പറഞ്ഞതെല്ലാം ശരിക്കും തലച്ചോറ് തന്നെയാ കയറിയത്. വേണ്ട അമ്മാവ, ഇനി കുടിക്കണ്ട. എന്തിനാ വെറുതെ നല്ലൊരായുസ് നശിപ്പിച്ചു കളയുന്നേ? ഇല്ല മോളെ, മോൾക്ക് ചെയ്തെന്ന സത്യം അച്ഛൻ ഒരിക്കലും മാറ്റില്ല. പെട്ടെന്ന് മദ്യപാനം നിർത്തുമ്പോ ചിലപ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് സാരല്ല, നമുക്കത് മാറ്റിയെടുക്കാം. അതിന് വേണ്ട ചില മരുന്നുകളൊക്കെ ഞാൻ അമ്മാവന് പറഞ്ഞുതരാം. ദാ, ഈ ചായ കുടിച്ചിട്ട് വേഗം കുളിച്ച് സുന്ദരനായ. രത്നേ, ആഹാ, കൊള്ളാലോ. ഇപ്പൊ ശരിക്കും സുന്ദരനായിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാണ് അമ്മാവന്റെ ശരിക്കുള്ള രൂപം. അമ്മാവനല്ല, അച്ഛൻ. ഇന്നു മുതൽ മോൾ എന്നെ അച്ഛാന്നേ വിളിക്കാവൂ. രത്നേജ് വാ. ദേ നോക്കിയേ അച്ഛൻ. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛനെ കാണാൻ? നന്നായിട്ടുണ്ട്. നല്ല ഐശ്വര്യം വന്നിട്ടുണ്ട്. അച്ഛനൊന്നും പതിവുള്ളതല്ലോ. രാവിലെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാ? ബാറിലേക്കാണോ? അല്ല, അച്ഛൻ രാത്രി എപ്പോഴാ വന്നേ? ഞങ്ങള് രാത്രി ഒരുപാട് നേരം കാത്തിരുന്നല്ലോ, എന്നിട്ടും അച്ഛനെ കണ്ടില്ലല്ലോ. അച്ഛൻ ഇനി ഒരു ബാറിലേക്കും പോകുന്നില്ല. അതെ മക്കളെ, അച്ഛൻ ഇന്നു മുതൽ കുടി നിർത്തി. അത് വെറുതെ. ഇതുപോലെ എത്രയോ തവണ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പറയുന്ന അതേ സ്പീഡിൽ തന്നെ അച്ഛൻ മാറിയിട്ടുമുണ്ട്.
എന്നാൽ ഇത് അതുപോലെയല്ല. ഇനി ഞാൻ ഈ വാക്കുമാറ്റുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പാറുമോൾക്ക് ഞാൻ കൊടുത്ത സത്യമാണ്. ഇനി ഒരിക്കലും ഞാൻ മാറ്റില്ല. അത് എപ്പോ സംഭവിച്ചു? ഇന്നലെ രാത്രിയില് എന്നെ കാത്തിരുന്നിട്ട് നിങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങിയില്ലേ? അപ്പോഴും ഞാൻ വരുന്നത് വരെ പാറുമോൾ എന്നെയും കാത്തിരിക്കുകയായിരുന്നു. കുടിച്ചു ബോധമില്ലാതെ വന്ന എന്നെ പാറുമോൾ ഉപദേശിച്ചു. എന്റെ കുടി കാരണം ഗിരിയും നിങ്ങളൊക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് മോൾ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതെല്ലാം കേട്ടപ്പോ എനിക്കും വല്ലാതെ സങ്കടമായി. കുടി നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നി. അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, സത്യം ചെയ്തു തരണമെന്ന് പാറുമോള് പറഞ്ഞു. കുടുംബത്തിന് വേണ്ടി പാറുമോള് പറയുന്നത് അനുസരിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ഞാൻ പാറുമോൾക്ക് സത്യം ചെയ്തു കൊടുത്തു. ഇനി ഞാൻ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കും. ഇത്രയും നാളും ഞങ്ങളെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഒരു രാത്രി കൊണ്ട് പാറു സാധിച്ചെടുത്തത്. അച്ഛന്റെ കുടി മാറ്റിയെടുത്തത് ഒരു നിസ്സാര കാര്യമല്ല. അത് സാധിച്ചെടുത്ത ഏട്ടത്തിയമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കുടിക്കാതെ സ്വബോധത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്ന അച്ഛനെ കാണാനാ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചത്. ആ ആഗ്രഹ ഏട്ടത്തിയമ്മ നടത്തി തന്നിരിക്കുന്നത്. അച്ഛനെ നിങ്ങളുടെ പഴയ അച്ഛനാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് എന്റെ വാശിയായിരുന്നു. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാനും കരുതിയില്ല. അച്ഛൻ എന്റെ വാക്കുകൾ നല്ല മനസ്സോടെ ഉൾക്കൊണ്ടു. പെട്ടെന്ന് തന്നെ മാറാൻ തയ്യാറായി. പാറുവിന് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയത്. എത്രയോ കാലമായി അച്ഛൻ ഇങ്ങനൊന്ന് കണ്ടിട്ട്. നന്ദിയുണ്ട്, ഒരുപാട്. എന്തിനാ ഗിരിയേട്ട നന്ദിയൊക്കെ? ഇത് അച്ഛനോട് നിങ്ങളോട് ഞാൻ ചെയ്യേണ്ട ഒരു കടമയാ. അത് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ.